ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ ജന കൃഷ്ണൻ. സാധാരണ നമ്മൾ വൈറ്റും റെഡും ക്ലൈംബർ റോസുകളല്ലേ കണ്ടിട്ടുണ്ടാവുക. എന്നാൽ വൈറ്റും റെഡും അല്ലാണ്ട് ഒത്തിരി ക്ലൈംബേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിലൊരെണ്ണമാണ് ദി നൈറ്റ് ഔൾ ക്രീപ്പർ എന്ന് പറയുന്നത്. ഈ ഒരു റോസ് വെറൈറ്റി നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ വയലറ്റ് ഷെയ്ഡിൽ വൈറ്റ് സ്ട്രൈപ്പ് വരുന്നതാണ് ഈ റോസ്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വലിപ്പമുള്ള തൈകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. രണ്ടാമത്തെ റോസ് എന്ന് പറയുന്നത് അന്നേഡുപ്പേരിയാണ്. അന്നേഡുപ്പേരി റോസ് ലവേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ട റോസാണ്. നമ്മുടെ കിട്ടാക്കനി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു വെറൈറ്റിയാണ് അന്നേഡുപ്പേരി എന്ന് പറയുന്നത്. നമുക്കധികം അങ്ങനെ മേടിക്കാനായിട്ട് കിട്ടാത്ത ഒരു ടൈപ്പാണ് കേട്ടോ അന്നേഡുപ്പേരി. അപ്പോൾ അന്നേഡുപ്പേരിയുടെയും നമുക്ക് കുറച്ച് തൈകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അത്യാവശ്യം റേറ്റുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്നത് 550ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അന്നേഡുപ്പേരി. പിന്നെ ഈ ഒരു റോസ് വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല, പക്ഷേ വെറൈറ്റിയാണ് കേട്ടോ കാണാൻ. അതുമാത്രമല്ല ഇതിൻ്റെ നമുക്കൊരു 20 പ്ലാന്റ്സ് മാത്രമേ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളൂ. ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. നന്നായിട്ട് ഫ്ലവറിങ് ആവുകയും ചെയ്യും. ഈ ഒരു ലെമൺ യെല്ലോ പ്ലാന്റും പിന്നെ ഒരു റെഡ് പോലത്തെ ഒരു ഷെയ്ഡുമാണ് വരുന്നത്. റെഡ് അല്ല കേട്ടോ, വേറൊരു ഷെയ്ഡാണ്. ഇത് വന്നിട്ട് ബീബോപ്പ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല വെറൈറ്റിയാണ് ബീബോപ്പ്. പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട്. പിന്നെയുള്ളത് സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പറാണ്. ഓറഞ്ച് ഷെയ്ഡിലാണ്. ഇതിങ്ങനെ ബഞ്ചായിട്ട് പൂക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പർ എന്ന് പറയുന്നത്. അടുത്ത വെറൈറ്റിയും കുറച്ച് റെയറാണ്. ബേബി റൊമാൻറ്റിക് എന്നാണ് ഐഡി വരുന്നത്. ഞാൻ ഏകദേശം ഒരു 3 ഇയേഴ്സ് ബാക്ക് എൻ്റെ ടെറസ് ഗാർഡനിൽ ഉണ്ടായിരുന്നൊരു വെറൈറ്റിയാണ്. നമ്മുടെ ഗാർഡനിൽ നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവും. ഈ കാണിക്കുന്ന ക്രീപ്പേഴ്സ് എല്ലാം കാണുമ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും ഇത് നമ്മുടെ ഗാർഡനിൽ ഉണ്ടാവും എന്നുള്ളത്. ഇതെല്ലാം എൻ്റെ ഗാർഡനിൽ ഞാനൊരു 3 ഇയേഴ്സ് ബാക്കുള്ള വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ടെറസിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നതും എനിക്ക് ഫ്ലവർ ആയതും ഒക്കെ ഞാൻ അപ്ഡേഷൻ ഇട്ടിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ ഇതുണ്ട്. അപ്പോൾ അത് ധൈര്യമായിട്ട് മേടിക്കാം കേട്ടോ. പിന്നെയുള്ളത് ഈ റെഡ് ബഞ്ച് ക്രീപ്പറാണ്. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതധികം ആരും സെയിലിന് കൊണ്ടുവരുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഗാർഡനിൽ വന്നെടുക്കുന്നവരായാലും ഓൺലൈൻ ആയാലും പെട്ടെന്ന് തന്നെ നമുക്ക് സെയിലായി പോകുന്നൊരു വെറൈറ്റി, നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ. നമ്മുടെ റെഡ് ഓർക്കിഡ് റോസൊക്കെ കണ്ടിട്ടില്ല, അതേപോലത്തെ നേച്ചറിൽ വരുന്നതാണ്. നിറയെ പൂക്കളുണ്ടാവും. ഇതിങ്ങനെ ബഞ്ചായിട്ട് നിൽക്കുന്ന കാണാനാണ് കേട്ടോ. നല്ല സ്പെഷ്യൽ റോസാണ്. അടുത്തതായിട്ട് പെർഫ്യൂം ബ്രീസ് എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. പെർഫ്യൂം ബ്രീസ് എന്നുള്ളത് പേരെന്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഇതിന് എടുത്തു പറയത്തക്ക സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ ഈ കാണാനായിട്ടുള്ള ഒരു ഭംഗിയുണ്ട്. ആ ഒരു നടുക്ക് കണ്ടോ, ഒരു ഗ്രീൻ ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെ ഗ്രീൻ ഷെയ്ഡും പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരാറുള്ളത്. പൂക്കൾ വിരിയുന്ന സമയത്ത് പല ടൈമിലും പല രീതിയിലാണ് വിരിയുന്നത് കണ്ടിട്ടുള്ളത്. ഈ ഒരു സമയത്തൊക്കെ ഇത് വിരിയുമ്പോഴത്തേക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ബേബി പിങ്ക് ഷെയ്ഡിലാണ് പൂക്കൾ വരാറുള്ളത്. ചില സമയത്ത് ഒരു വൈറ്റും പിങ്കും കൂടെ മിക്സ് ആയിട്ട് പൂക്കൾ വരാറുണ്ട്. പിന്നെ വൈറ്റ് പൂക്കൾക്ക് തന്നെ ഈ നടുക്ക് ഇങ്ങനെ ഗ്രീൻ ഷെയ്ഡിൽ വരാറുണ്ട്. ഈ ഒരു കളറിലും ഇത് ഫ്ലവറിങ് ആവാറുണ്ട്. ഒരുപാട് വലുപ്പം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ തീരെ വലുപ്പം ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. പിന്നെയുള്ളത് ഈ ഒരു പിങ്ക് ക്രീപ്പറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിങ്ങനെ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്നൊരു ക്ലൈംബറാണ്. പിങ്ക് ക്ലൈംബറാണ് കേട്ടോ. പിങ്ക് ക്ലൈംബറൊക്കെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത്. പിങ്ക് ക്ലൈംബറിൻ്റെ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. ചില ടൈമിൽ ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ പൂക്കളുണ്ടാവും. നന്നായിട്ട് പൂക്കും കേട്ടോ. നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അടുത്ത റോസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് റോസാണ്. ഇതാണ് ഇംഗ്ലീഷ് റോസിൻ്റെ ഫ്ലവർ. ഡീല മാൽമേസൺ ക്രീപ്പർ എന്ന് പറയാറുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് റോസ് എന്ന് പറയാറുണ്ട്. പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള പൂക്കളാണ്. നിങ്ങൾ സാധാരണ നമ്മുടെ നോർമലായിട്ട് കാണാനുള്ള റെഡും അതുപോലെ തന്നെ വൈറ്റ് പ്ലാന്റ്സും ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എല്ലാവരുടെ കയ്യിലും കോമൺ ആയിട്ടുള്ള വെറൈറ്റിയാണ്. അതിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള വലിയ പൂക്കളാണ്. പിന്നെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ബേബി റൊമാൻറ്റിക് ഇങ്ങനെ കൂട്ടത്തോടെ നിന്നപ്പോൾ അതുകൂടെ ഒന്ന് വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് കേട്ടോ. നിറയെ പൂക്കും. ഇത് കണ്ടില്ല, ബഞ്ചായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് ബേബി റൊമാൻറ്റിക്ക. ഇതൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഗാർഡനിലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്ലവറിങ് ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് അപ്ഡേഷൻ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു റോസ് വന്നിട്ട്
ഡബിൾ പെറ്റൽ ക്രീപ്പറാണ്. സുലൂഹി എന്നുള്ളൊരു ഐഡിയ ആണ് ഇതിൻ്റെ വരുന്നത്. നന്നായിട്ട് ഫ്ലവറിങ് ആവും കേട്ടോ ഈ ഒരു പ്ലാന്റും. നമ്മുടെ ക്ലൈമറ്റിലൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവും. നല്ല കളർ ഷെയ്ഡിൽ കളർ ചേഞ്ചായി വരും. ചില ടൈമിൽ ഈ ഒരു ഡാർക്ക് ഷെയ്ഡിൽ വരും, ചില സമയത്തൊരു മജന്ത പിങ്ക് കളർന്നിട്ടൊരു മജന്ത ഷെയ്ഡിൽ പൂക്കളാവാറുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഇതെങ്ങനെയാണ് ഈ ഒരു പൂക്കൾ ഉണ്ടാവുക എന്നുള്ളത്. ഓരോ സമയത്തും ഓരോ രീതിയിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവാറുള്ളത്. ചിലപ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരാറുണ്ട്, ചിലപ്പോൾ നല്ല ലൈറ്റ് ഷെയ്ഡിൽ പൂക്കൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. സുലോഹി എന്നാണ് ഐഡി വരാറുള്ളത്. അപ്പോൾ കുറേ ക്രീപ്പേഴ്സ് നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഈ ക്രീപ്പേഴ്സൊക്കെ വേണ്ടവർ ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ പുതിയ ലോഡ് ഈ വരുന്ന വ്യാഴാഴ്ച നമ്മുടെ ഗാർഡനിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഗാർഡനിൽ വന്ന് മേടിക്കണമെന്നുള്ളവർക്ക് കാട്ടാക്കട അമ്പലത്തിങ്കാലാണ്. ഗൂഗിളിൽ നോക്കിയാൽ ലൊക്കേഷൻ കിട്ടും കേട്ടോ. വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക്